എൻ്റെ പേര് വിഷ്ണു. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന കോഴ്സ് MBA ഇൻ ഫിനാൻസ് ആണ്. പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങനെ ഒരു കോഴ്സ് എടുത്തത്. എന്ന് വെച്ചാൽ ഒരു പ്ലാനിങ് പോലും ഇല്ല ഇങ്ങനെ ഇതൊരു BCom ശേഷം MBA എടുക്കണം എന്നുള്ളത്. പെട്ടെന്നൊരു തോന്നി. ആ ടൈമിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോഴാണ് ഒരു ജോബിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കുന്നത്. അങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് ലേണിങ്ങിനെ പറ്റി മനസ്സിലായത്. പിന്നെ വന്നൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡിസ്റ്റൻസിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ച് ബെറ്റർ ഏതാന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ആ ടൈമിൽ ChatGPT ഒക്കെ യൂസ് ചെയ്ത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് എടുത്തു. അപ്പോൾ ChatGPT ആണ് ഈ ഇഗ്നോനെ പറ്റി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അങ്ങനെ ChatGPT കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇഗ്നോയുടെ സൈറ്റിലും കാര്യങ്ങളിലൊക്കെ നോക്കി. ആ ടൈമിലാണ് മനസ്സിലാക്കിയത് ഇഗ്നോ വഴി പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുവരെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ആ കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോൻ്റെ അടിയിൽ ഞാൻ കണ്ടൊരു കമൻ്റാണ്, ഇഗ്നോ ജസ്റ്റ് ബുക്കും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഓൺലൈനിലായിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ അത് ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ക്ലാസ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ വന്നൊരു മെയിൻ ഇഷ്യൂ ആയിരുന്നു ഇതെങ്ങനെ പഠിച്ചെടുക്കുന്നുണ്ട്. കാരണം MBA എന്ന് പറയുന്നത് ഒരു വലിയൊരു കോഴ്സാണല്ലോ. അത്രയും വലിയ കോഴ്സൊക്കെ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ടൈമിലാണ് ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ തുടങ്ങിയത്. ആ ടൈമിലാണ് ലേൺവൈസിനെ കുറിച്ച് അറിഞ്ഞത്. ലേൺവൈസ് അല്ലാതെ തന്നെ വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ കൂടുതലും റീച്ചും നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് ലേൺവൈസ് ആയിരുന്നു. അപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം എന്ത് വിശ്വസിച്ചാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നുള്ളൊരു ഡൗട്ട് വന്നു. പക്ഷേ ആ ടൈമിൽ തന്നെ അവിടെയുള്ള അക്കാദമിക് കൗൺസിലറായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് മനസ്സിലായത് ഇവിടെ കോഴിക്കോട് തന്നെ അവരൊരു ഓഫീസ് ഉണ്ട്. അപ്പോൾ ഞാനും അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും അച്ഛനും അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺവിൻസായി. പിന്നെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്. അതൊക്കെ അവിടെയുള്ള മാഡവും പിന്നെ അവിടെയുള്ള ഒരു സാറും ഒക്കെ ക്ലിയർ ചെയ്ത് തന്നു. അങ്ങനെയാണ് ഇതെടുക്കാന്നുള്ള ഒരു കൺഫർമേഷനിലേക്ക് എത്തിയത്. പിന്നെന്ന് പറഞ്ഞാൽ ലേൺവൈസിൽ ജോയിൻ ചെയ്ത് ശരിക്കൊരു എന്തൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അങ്ങനെ അത്രയ്ക്കും സപ്പോർട്ട് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ് എന്ന് പറയുന്നത്. കാരണം ഇത്രയൊന്നും ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒരു ക്ലാസ്സും കാര്യങ്ങളും മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇതിൽ ചേർന്നത്. പക്ഷേ ഇത് എന്താ സ്റ്റാർട്ടിങ്ങിൽ തൊട്ടേ ഒരുപാട് പ്രോഗ്രാംസ് അങ്ങനത്തെ പിന്നെ ക്വിസ് അതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഒന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എല്ലാം ഞാൻ കാണാറുണ്ട്. പിന്നെ പോരാത്തതിന് ലൈവ് സെഷൻസ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കാരണം ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ മെൻറ്റർ വരുന്നത് വാണി മാമാണ്. വാണി മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് മാം നിൽക്കുന്നത്. എല്ലാ വീക്കിലും മൺഡേ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരും. ഇഗ്നോയായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തത് വാണി മാം വഴിയാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളിലും വാണി മാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാം രജിസ്ട്രേഷനും പിന്നെ എന്ന് പറയുന്ന മെയിൻ ഒരു കാര്യവും നമ്മളായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. എക്സാം ടൈം ടേബിൾ എടുത്ത് വാണി മാമാണ് അയച്ചു തന്നത്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ്റെ ലിങ്ക് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് വാണി മാം എത്തിക്കുന്നുണ്ട്. അതന്നെ വലിയൊരു ഹെൽപ്പാണ്. കാരണം നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മെൻറ്റർ അവർ പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ വാണി മാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ആവുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഡൗട്ട്സ് ഒന്നും ചോദിക്കാത്തൊരു ടൈപ്പ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ഡൗട്ട്സ് അങ്ങനെ ചോദിക്കാത്തൊരു ടൈപ്പ് ആളാണ്. പക്ഷേ വാണി മാം ഇങ്ങോട്ട് ചോദിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ, ആ ഒരു രീതിയിൽ. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പാണ്. കാരണം അങ്ങനെ ഒരാൾ ഇങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് എന്തുണ്ടെങ്കിലും മടിയില്ലാതെ അങ്ങോട്ട് ചോദിക്കാമല്ലോ. അപ്പോൾ അത് ഭയങ്കര ഒരു ഹെൽപ്പാണ്. പിന്നെ ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിലാണ് നാട്ടിൽ തന്നെ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ടൈമിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതിനെ കൊണ്ട് ഈ അടുത്തായിട്ട് ക്ലാസ്സുകൾ കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഫ്രീ ആവുന്ന ടൈമിൽ കഴിയുന്നതും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സ് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്പാണ്. കാരണം ഒരു ജോബിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ജോബിൻ്റെ ഇടയ്ക്ക് കണ്ടന്റ് കണ്ടുപിടിച്ച് ഇതിലെഴുതേണ്ട ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എഴുതുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ ലേൺവൈസ് ഇവിടെ അതും അസൈൻമെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നതിനെ കൊണ്ട് ഭയങ്കര ഹെൽപ്പാണ്. അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ 5ാമത്തെ അസൈൻമെൻറ്റ് കഴിയാറായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് വരെ എത്തി.
ഇനിയിപ്പോൾ ഈ മന്താണ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ്. അപ്പോൾ അതിനുള്ളിൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇതിപ്പോൾ ഫസ്റ്റ് സെം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ മുന്നോട്ടുള്ള 3 സെമ്മിൽ ലേൺവൈസിൻ്റെ ഹെൽപ്പ് എന്തായാലും വേണം. അത് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നു.